Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട സ്റ്റൂ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട സ്റ്റൂ റെസിപ്പി ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പത്തിന്റെ ഇടിയപ്പത്തിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷൻ കൂടിയാണ് ഇത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചീഞ്ചട്ടി എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഒത്തിരി ആയാൽ അതിന്റെ കുത്ത് ഭയങ്കരമായിട്ട് നിൽക്കും. അപ്പോൾ 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള നീളനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. സവാള മൂത്ത് വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് പൊടികളെല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. പൊടികൾ നന്നായി മൂത്ത് ഒരു മണം വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബീൻസ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ബീൻസും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നാളികേരത്തിൻ്റെ കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ, അതായത് 2ാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ കട്ടി കുറഞ്ഞ നാളികേരപ്പാലിൽ കിടന്നിട്ട് വേണം ഈ പച്ചക്കറികളെല്ലാം നന്നായി വെന്ത് വരാനായിട്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സ് കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ടൈം എടുക്കും നമ്മളിതിങ്ങനെ ചീഞ്ചട്ടിയിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ പച്ചക്കറികളൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ കണ്ടില്ലേ, ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്യാണ്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പക്ഷേ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ മസാലയൊക്കെ നമ്മുടെ മുട്ടയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് മുട്ട മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കട്ടി നാളികേരപ്പാൽ 1ാം പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. 1ാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടായി വരെ വേണ്ടോ. നന്നായി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ മുട്ട സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ടേസ്റ്റ് ഒരു ഇത്തിരി കൂടി കൂട്ടാൻ വേണ്ടി നമ്മൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ആ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചേർക്കണമെങ്കിൽ ചേർക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഇത്തിരി ടേസ്റ്റ് കൂടുതലാണ്. അങ്ങനെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ആ നെയ്യും നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട സ്റ്റൂവിന് മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി മുട്ട സ്റ്റൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.